കോഴ്സ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബ്രേക്ക് ചെയ്ത് പോകും മിക്കവാറും. ഡേ ബ്രേക്ക് ഒരു കൺഫർമേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്നെല്ലാം ബൈ ഇതായിരിക്കും പ്ലാൻ. ഓക്കെ, പ്ലേസ് ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്ത് SL ഈ ഏരിയയുടെ താഴെ വയ്ക്കണേ. ഇപ്പൊ ഉണ്ടാക്കിയ സ്ട്രക്ചറിലോ ഇവിടെ താഴെ കൊണ്ടുവച്ചേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് എടുത്തേ. ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും ഹൈറ്റ് പിടിച്ചോണം. SL ഇനി ക്രോസ് ആവുന്നുണ്ട് 275 281 SL ട്രയൽ ചെയ്ത് 280 കൊണ്ടുവച്ചേ. ഓക്കെ, ടോട്ടൽ എക്സിറ്റ് ചെയ്തു. കാരണം നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കി. കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ബ്രോ. നമ്മൾ മെയിൻ ആയിട്ട് പ്രോഗ്രാം നമ്മൾ ഫണ്ട് മാനേജ്മെന്റ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ലൈവ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. കോഴ്സ് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലാണ്ട് മെക്കാനിക്കൽ വേയിലല്ല ഇത് ചെയ്യുന്നത്. അതിന്റെ ബേസിക് ലോജിക് ഞാൻ നോക്കുന്ന ലോജിക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ മാർക്കറ്റില് 2 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് പാസീവ് ആയിട്ടുള്ള ഓർഡേഴ്സും ഒന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഓർഡേഴ്സും. അപ്പൊ ഇതിൽ ആരാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആ ടൈമിൽ? പാസീവ് ബയേഴ്സോ സെല്ലേഴ്സ് ആണോ അഗ്രസീവ് ബയേഴ്സോ സെല്ലേഴ്സ് ആണോ നോക്കും. അതും പിന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പാസീവ് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റില്ല. ലെവൽ ടു ഡേറ്റ് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അഗ്രസീവ് ഓർഡേഴ്സ് വെച്ചിട്ട് അത് എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് ഓരോ സോണിലും, എങ്ങനെയാണ് അത് ലിക്വിഡേറ്റ് ആവുന്നത്, അത് നോക്കിയിട്ട് ആ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഓർഡേഴ്സ് ഒക്കെ സ്കാൽപ്പ് ചെയ്യാം. നമ്മൾ ഒരു ട്രേഡ് സെറ്റപ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യണം. ഇപ്പൊ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് ഇതും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഹൈ ആണ് ഈ ഏരിയ. ഇതൊരു മെയിൻ ഏരിയ ആണ്, അതുകൊണ്ട് നിൽക്കുന്നത്. ബട്ട് നമുക്ക് ഇവിടെ അബ്സോർപ്ഷൻസ് എല്ലാം കാണാൻ പറ്റും. പോകാനുള്ള ചാൻസ് ഹൈ ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഇല്ലെങ്കിലും ബ്രേക്ക് ചെയ്ത് പോകും മിക്കവാറും. ഇൻ കേസ് അങ്ങനെ വന്ന് നമുക്ക് ഇവിടെ എനഫ് ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ആയി. ബാങ്ക് നിഫ്റ്റിയും ബ്രേക്ക് ആയിട്ടാണ്. മിനിമം എത്ര ഓർഡർ, അങ്ങനെ ഓർഡേഴ്സ് ഓരോ ഡേ അനുസരിച്ച് മാറും ബ്രോ. ഓരോ ദിവസം ഓരോ കൈൻഡ് ഓഫ് ഫോളോ അല്ലേ. എനിക്കിപ്പോ ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് എനിക്കൊരു കൺഫർമേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ എന്നെല്ലാം ബൈ ചെയ്യും. ഇതായിരിക്കും പ്ലാൻ. ഞാൻ വെയിറ്റ് ചെയ്യുന്ന നിഫ്റ്റി എനിക്കൊരു കറക്ഷൻ പുൾ ബാക്ക് കിട്ടണം എങ്കിലും ബൈ തന്നെയാണ്. ഇപ്പോഴും ബൈസ് തന്നെയാണ്. പക്ഷെ ഒരു പ്രോപ്പർ പുൾ ബാക്ക് കിട്ടിയില്ല ഇതുവരെ. അതിന് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ചിലപ്പോൾ വർക്ക്ഔട്ട് ആണ്. ഞാൻ ബെറ്റർ ആയിട്ട് തോന്നുന്നു നിഫ്റ്റി അതായത് എടുക്കാത്തത്. ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയും പറഞ്ഞ എൻട്രി. ഇതിൽ ഇപ്പോഴും ഓക്കെ അല്ല. എനിക്ക് നിഫ്റ്റിയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതായത് എടുക്കാത്തത്. ഈ വരച്ചിട്ടേക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല കേട്ടോ. ഇത് ഓർഡേഴ്സ് സോൺസ് ആണ് ഇത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഓർഡേഴ്സ് ഉണ്ട് അഗ്രസീവ് ആയിട്ട്. കാരണം സപ്പോർട്ടായിട്ട് എടുക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഒരു പ്ലാൻ ഞാൻ എടുത്തിട്ടില്ല. ഒരു പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബട്ട് ഇത് സെൻസെക്സ് അങ്ങനെ എടുക്കാറില്ല. ബാങ്ക് നിഫ്റ്റി ഇത് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. ഓർഡേഴ്സ് ഇനിയും വേണം. വെച്ച് റിസ്ക് എൻട്രി ആയിരുന്നത് ഞാൻ എടുത്തിട്ടില്ല. നിഫ്റ്റി ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താൽ എടുക്കും, അത്രേ ഉള്ളൂ. അതെ, ബൈ ആണ് എടുക്കണം. പക്ഷേ ഇപ്പൊ നോർമലി നിങ്ങൾ എടുക്കുന്നതിനെക്കാട്ടിയും ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവുള്ളൂ. മിക്കവാറും SL ഇച്ചിരി അധികം വരുന്നത്. ഓക്കെ, പ്ലേസ് ചെയ്ത് ഞാൻ പ്ലേസ് ചെയ്ത് SL ഈ ഏരിയയുടെ താഴെ വയ്ക്കണേ. കാരണം ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറഞ്ഞത് ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. എല്ലാവരും എടുത്തോ. ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 270 വെച്ചോ. കോൾ എടുത്ത് ടാർഗറ്റ് പറയാം ബ്രോ. എത്ര എൻട്രി പ്രൈസ് എൻട്രി ചെയ്തേക്കുന്ന 150 170 ഫസ്റ്റ് ടാർഗറ്റ് വെച്ചോ. പാർഷ്യൽസ് ബുക്ക് ചെയ്യോ SL ട്രയൽ ചെയ്യണേ. ആൻഡ് SL 170 ക്രോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്ന ഏരിയയുടെ താഴെ കൊണ്ടുപോയിക്കണേ. ടോപ്പ് ലോസ് ട്രയൽ ചെയ്തു. ഇപ്പൊ ഉണ്ടാക്കിയ സ്ട്രക്ചറിലോ ഇവിടെ താഴെ കൊണ്ടുവച്ചേക്ക്. ഫസ്റ്റ് ടാർഗറ്റ് എടുത്തേ. ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും ടൈറ്റ് പിടിച്ചോണേ. SL ഇനി ടൈറ്റ് ആയിട്ട് പാർഷ്യൽസ് ബുക്ക് ചെയ്ത് ടൈറ്റ് പിടിച്ചോണേ. 271 2.3 പോയിന്റ് വെച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചോ. ഓക്കെ, എന്റെ SL ട്രയൽ ചെയ്ത് 272 ഞാൻ എക്സിറ്റ് ആയത്. ബാക്കിയുള്ളവർ വേണം ബ്രേക്ക് ഇവൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് ബ്രേക്ക് ഇവൻ ആക്കണേ. എന്റെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും ബ്രേക്ക് ഇവൻ വെക്കണേ. ബ്രേക്ക് ഇവൻ ഹോൾഡ് ചെയ്യുന്നവർ ബ്രേക്ക് ഇവൻ വെച്ചോ. ക്രോസ് ആവുന്നുണ്ട് 275. ഇപ്പം വെക്കുന്നവര് 271 SL ട്രയൽ ചെയ്തോണേ. ടൈറ്റ് ആയിട്ട് പോവാണ്. ഇനി 281 SL ട്രയൽ ചെയ്ത് 280 കൊണ്ടുവച്ചേ. ഓക്കെ, ടോട്ടൽ എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ആയ എല്ലാവരും. ഇനി ആരെങ്കിലും ഹോൾഡിംഗ് ഉണ്ടോ? ഓക്കെ, ടോട്ടൽ എക്സിറ്റ്. എക്സിറ്റ് ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടോ? കാരണം നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കി. മോസ്റ്റ് 50 പോയിന്റ് ക്രോസ് ആയിട്ടുണ്ട് കേട്ടോ നിഫ്റ്റിയിൽ. അത് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, എന്റെ എക്സിറ്റ് ആയി. അല്ല, സപ്പോർട്ട് വെച്ചല്ല. ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ കൺസെപ്റ്റ് ഇല്ല. ഞാൻ ഓർഡേഴ്സ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. വീക്ക് നമ്മൾ എടുത്ത ഓൾമോസ്റ്റ് എല്ലാ ട്രേഡും ഗ്രീൻ അല്ലായിരുന്നോ? അതെല്ലാവരും ഒന്ന് ഇത് ചെയ്തേക്കോ, വോട്ട് ചെയ്തേക്കോ. ഓവറോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് ആർക്കും ലോസ് ഇല്ലല്ലോ ഈ വീക്ക്. നമ്മളെടുത്ത എല്ലാ ട്രേഡ്സും ഗ്രീൻ ആയിരുന്നില്ലേ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ബ്രോ. നമ്മൾ മെയിൻ ആയിട്ട് പ്രോഗ്രാം നമ്മൾ ഫണ്ട് മാനേജ്മെന്റ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ലൈവ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ.